ഹായ് ഓൾ, ദിസ് ഇസ് രേവതി. വെൽക്കം ടു സേവർ ആൻഡ് സ്ട്രൈവ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് എന്നും വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. എന്നാലും ഒരു ചെറിയ വീഡിയോ ആണ്. കാര്യങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം, വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം, പെർഫെക്ഷന് വേണ്ടി യുദ്ധം നടത്താതെ നമ്മളെ കൊണ്ടാകുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആവണം എന്നൊരു മെൻറ്റാലിറ്റി മാറ്റി നമ്മൾ എക്സ്പേർട്ട് ആവാൻ കാത്തിരിക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ക്വാളിറ്റി കൂട്ടുന്നു. രണ്ടാമത്തെ കാര്യം, സ്വയം നമ്മളൊരു ഡയമണ്ട് ആണെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വിമർശിക്കുന്നവരെ എതിർക്കാൻ നിൽക്കാതെ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുക. മൂന്നാമത്തെ കാര്യം, സന്തോഷിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ശ്രദ്ധാപൂർവം ആ അവസ്ഥ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളുടെ സന്തോഷത്തെ വലുതാക്കും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരും. നാലാമത്തെ കാര്യം, മാറാൻ തയ്യാറല്ലാത്ത മനുഷ്യരെ പുറകെ നടന്ന് മാറ്റാൻ ശ്രമിക്കുക. നമ്മുടെ വില കളയണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാം. തട്ടുകേടില്ലാതെ അതാണ് നല്ലത്. നമുക്ക് സ്വന്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കരുതി മറ്റൊരാളെ മാറ്റി നമുക്ക് വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ സമയം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ. അഞ്ചാമത്തെ കാര്യം, ചുറ്റുമുള്ള മനുഷ്യരെ അളക്കാൻ പഠിക്കുക. നന്മ തരുന്നവരെയും തിന്മ തരുന്നവരെയും മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ചിരിച്ചുകൊണ്ട് നിന്ന് പണിയുന്നവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. പച്ച മലയാളത്തിലേ പറയുന്നുള്ളൂ. ആധുനികമായി ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് നിന്ന് പണിയുന്നവരെ അകറ്റി നിർത്തുക. ഏഴാമത്തെ കാര്യം, ലോകമിളകിയാലും നമ്മുടെ ക്യാരക്ടർ വിട്ട് കളയാതിരിക്കുക. നമുക്കൊരു ക്യാരക്ടറുണ്ട്, അത് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. അവനവൻ്റെ മനസാക്ഷിക്ക് ചേരുന്നത് മാത്രം പ്രവർത്തിക്കുക. നമ്മുടെ മനസാക്ഷിക്ക് തെറ്റെന്ന് കരുതുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഒമ്പതാമത്തെ കാര്യം, സ്വന്തമായി ഇഷ്ടങ്ങൾ കണ്ടെത്തി ജീവിക്കുക. തടസ്സങ്ങളാണ് ചുറ്റുപാടുമെങ്കിൽ ആ തടസ്സങ്ങളെ പരീക്ഷണമായി കണ്ട് മുന്നോട്ട് പോകാൻ ഉറപ്പിച്ച മനസ്സാണ് വേണ്ടത്. അല്ലാതെ എൻ്റെ മുന്നിൽ തടസ്സമാണെന്ന് കരുതി മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വെട്ടേണ്ട വഴി നമ്മൾ സ്വന്തമായിട്ട് വെട്ടി തീരും. ഓക്കെ. പിന്നെ ഒരിക്കലും സ്നേഹത്തിനായിട്ട് ആരുടെയും മുന്നിൽ യാചിക്കാതിരിക്കുക. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം സത്യമെങ്കിൽ അത് ഇരട്ടിയായിട്ട് എന്തെങ്കിലും തിരിച്ചു വരും. ഓക്കെ. 12ാമത്തെ കാര്യം, കാര്യങ്ങളെ ബഹളം കൂട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തുക. സാവധാനം കാര്യങ്ങളെ പറഞ്ഞ് ചില ആൾക്കാർ എനിക്കുണ്ടായിരുന്നു, നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഫീലിങ്സ് വന്നിട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു ഡ്രാമ ക്യൂനാന്നേ കരുതുള്ളൂ. അപ്പോൾ അത് നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ബഹളമില്ലാതെ സൈലൻ്റായിട്ട് കുറച്ച് സാവധാനത്തിൽ സംസാരിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് ആരും മനസ്സിലാക്കില്ല നമ്മുടെ അവസ്ഥ. പക്ഷേ എന്നിരുന്നാലും നമുക്കതിനെ ട്രൈ ചെയ്യാമല്ലോ. നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ച് മനസ്സിലെ ഭാരം ഒഴിയും. ഇത്രയേ ഉള്ളൂ. ഒരാൾ ഇൻസൾട്ടാക്കി എന്നതുകൊണ്ട് നാം അത് മറന്ന് മുന്നേറണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ ഒന്നും അർത്ഥം. വെയിറ്റ് ചെയ്യുക, നമുക്കൊരവസരം വരും. ഇത് മറ്റുള്ളവരെ പഠിക്കാനുള്ള അവസരമാണ്, ചുറ്റുപാടുമുള്ളവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയതെന്ന് മനസ്സിലാക്കി സൈലൻ്റായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത്, അല്ലേ? നമുക്കിപ്പം ജീവിക്കണമെങ്കിൽ ഒരു അല്പം കൗശല ബുദ്ധിയൊക്കെ വേണം. അപ്പം നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് അല്പം മാറി നടക്കാൻ സഹായിക്കുമെന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് കൗശല ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ. നാം സ്വയം മാറുക എന്നതുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളതല്ല. നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തി അല്പസ്വല്പം നമുക്കൊരു ചേഞ്ചാക്കി നമുക്കൊരു മനസ്സുഖം തോന്നുക, അത്രയേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു ഓൾ. എന്നെ കേൾക്കാൻ ഇത്രയും നേരം കണ്ടെത്തി എല്ലാവർക്കും നന്ദി.